കലകളുടെ എല്ലാം വീട്ടിലമായ നമുക്കറിയാം. മങ്കര പഞ്ചായത്ത്, കല്ലൂർ, മാങ്കുറിശ്ശി, കേരളശ്ശേരി, കുന്നശ്ശേരി, നമുക്കറിയാം. കലകളുടെ ഒരുപാട് കലാകാരന്മാർ ഇവിടെ ചരിത്രപരമായി ഇപ്പോഴും പ്രവർത്തിച്ച് ഒരു സരസ്വതി സ്ഥലം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സംഗീത നൃത്ത വിദ്യാലയത്തിൻ്റെ ആരംഭം കുറിക്കുകയാണ്. കൂടാതെ എഡ്യൂഹബ് എന്ന ഒരു വിദ്യാഭ്യാസ ട്യൂഷൻ സെൻ്ററിനെയും കൂടിയിട്ടുള്ള ആരംഭം കുറിക്കുന്ന ഈ മംഗള സദസ്സിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി പ്രാർത്ഥിച്ചിട്ടുള്ളത് നമുക്കറിയാം. ഇന്നത്തെ കാലത്ത് കോമ്പറ്റീഷൻ്റെയും മത്സരത്തിൻ്റെയും ഒരു കാലഘട്ടമാണ്. ആ ഒരു കാലത്ത് നമുക്ക് കലകളുടെ എല്ലാ മൂല്യങ്ങളുടെയും അതിൻ്റെ എല്ലാ വാല്യൂസിൻ്റെയും കാത്തു സൂക്ഷിക്കാനും കൂടാതെ നമ്മുടെ തനത് കലകളും ആ കലാപരമായിട്ടുള്ള ആ ഒരു കഴിവ് നമ്മുടെ അടുത്ത തലമുറകൾക്ക് പകർന്നു നൽകുന്നതിനും ഒരു വേദി ഒരുക്കുക, പ്ലാറ്റ്ഫോം ഒരുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ പ്രധാന ലക്ഷ്യം. നമുക്കറിയാം, നമ്മുടെ മങ്കര പഞ്ചായത്ത്, നമ്മുടെ പ്രിയപ്പെട്ട ഗോവിന്ദൻ അറിയാവുന്ന ഒരുപാട് മാതൃകാപരമായിട്ടുള്ള അദ്ദേഹം നമ്മുടെ പഞ്ചായത്ത് തെളിയിച്ചതാണ്. ഒരുപാട് അവാർഡുകൾ നമ്മുടെ മങ്കര പഞ്ചായത്തിന് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയുള്ള ജനങ്ങൾക്ക് നല്ലൊരു പ്ലാറ്റ്ഫോം കലാപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും ഉണ്ടാകുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഈ ഒരു സംരംഭം രശ്മിയും ശ്രീവിദ്യയും ആയിട്ട് ഇവിടെ തുടങ്ങുന്നത്. നമുക്കറിയാം, അവർ ഈ രംഗത്ത് അവരുടെ കഴിവ് തെളിയിച്ചവരാണ്. അവരുടെ ഈ ഒരു പലവിധ ജില്ലാ സംസ്ഥാന തലത്തിൽ വരെയുള്ള പെർഫോമൻസ് അവരുടെ വിദ്യാർത്ഥികളും നമ്മുടെ നാട്ടിലെ കുട്ടികൾക്കും നൽകിയിട്ടുള്ളതാണ്. തീർച്ചയായും അവരുടെ ഈ സേവനത്തോടു കൂടി ഈ ഒരു സരസ്വതി ഒരു ക്ഷേത്രം കൊണ്ട് തന്നെയാണ് വിദ്യാഭ്യാസവും കലാപരമായിട്ടുള്ള ഈ ഒരു സംരംഭം ഇന്നിവിടെ കൊടുക്കുവാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമുക്ക് ഏറ്റവും ഈ ഒരു പരിപാടിക്ക് അനുയോജ്യനായ നമ്മുടെ മങ്കര പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ഗോകുലം മാസ്റ്ററാണ്. എന്തുകൊണ്ട് തീർച്ചയായും ഇതിന് വളരെ ആപ്റ്റായിട്ട് നമുക്കറിയാം, മാതൃകാപരമായി ഒരുപാട് നമ്മുടെ പഞ്ചായത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് സംസ്ഥാന തലത്തിലുള്ള ദേശീയ തലത്തിലുള്ള പ്രശസ്ത അവാർഡുകൾ പിടിച്ചു പറ്റിയ അദ്ദേഹമാണ്. തീർച്ചയായും അദ്ദേഹം തന്നെയാണ് ഈ ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുവാൻ ഏറ്റവും തുടർന്ന വ്യക്തി എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തെ ഞാൻ ബഹുമാനപൂർവ്വം സ്നേഹപൂർവ്വം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്തു. നമുക്കറിയാം, സരസ്വതി മണി നമ്മുടെ ഈ നാടിൻ്റെ നമുക്കറിയാം കേരളത്തിൽ തന്നെ കേരള കലാമണ്ഡലത്തിൽ തന്നെ കാരണം ഈ കഥകളി സംഗീതത്തിൽ തന്നെ ആദ്യമായി അവർ ആദ്യത്തെ വനിത തന്നെയാണ്. നമുക്ക് അഭിമാനിക്കാം. തീർച്ചയായും കലാപരമായി ശാസ്ത്രീയ പരമായി ഈ രംഗത്ത് ശോഭിച്ചു നിൽക്കുന്ന ഈ ശാസ്ത്രീയ തീർച്ചയായും അവരുടെ ഈ ഒരു സാന്നിധ്യം തീർച്ചയായും നമ്മൾക്ക് ഇവിടെ വളരെയധികം വിളിച്ചു പറഞ്ഞുകൊണ്ട് ഞാൻ ബഹുമാനത്തോടുകൂടി സ്നേഹത്തോടുകൂടി സരസ്വതി ശേഷാമി കലാമണി സരസ്വതി ശേഷാമി ചെയ്യുന്നു. നമുക്കെല്ലാവർക്കും സുഖലനാണ് രാഘവ മാസ്റ്റർ. നമുക്കെല്ലാവർക്കും അറിയാം, അദ്ദേഹം രാഘവ മാസ്റ്റർ എന്ന് പറഞ്ഞാൽ തന്നെ ഒരുപാട്
പ്രൊഫസർ ആൻഡ്രോ വൈദ്യർ എന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരുപാട് സ്റ്റുഡൻസ് അദ്ദേഹത്തിന്റെ സമ്പന്നനാണ്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ റിട്ടയർഡ് ആയിട്ടുള്ള ഇതാണ്. തീർച്ചയായും അദ്ദേഹത്തിൻ്റെയും കൂടി സേവനം നമുക്ക് ഈ ഒരു സ്ഥാപനത്തിൽ നമുക്ക് ഉണ്ടാകും. അപ്പോൾ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഞാൻ സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ശ്രീരാമൻ. പിന്നെ വിജയലക്ഷ്മി ടീച്ചർ എൻ്റെ അമ്മയും കൂടിയാണ്. അവർ സ്കൂളിൽ റിട്ടയർഡ് ടീച്ചറാണ്. അപ്പോൾ അവരുടെ കാലത്ത് കലാപരമായും യൂത്ത് ഫെസ്റ്റിവലുകളിലും ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ച് ഒരുപാട് പ്രാക്ടീസുള്ള ആളാണ്. സംസ്ഥാന ജില്ലാ കലോത്സവങ്ങളിലും എല്ലാം സ്കൂളിൽ ആക്റ്റീവായിട്ട് കുട്ടികളെ പഠിപ്പിക്കാൻ മുന്നിൽ വെക്കുന്ന ടീച്ചർ കൂടിയാണ്. അപ്പോൾ ഈ ഒരു ചടങ്ങിന് ശ്രീ വിജയലക്ഷ്മി ടീച്ചറെ ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പിന്നെ ദാസമാസാണ് അദ്ദേഹം ഈ വേദിയിലേക്ക് ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ ശിവേട്ടൻ, പ്രിയപ്പെട്ട ശിവാൻ ചേട്ടൻ, നമ്മുടെ അത് കൂടാതെ മുകുന്ദേട്ടൻ എല്ലാം കലാപരമായി കഥകളി രംഗത്തും എല്ലാവരും കലാപരം. അതേപോലെ പ്രേമാൻ ഇങ്ങനെ ഭാഗത്തിലാണെങ്കിലും നല്ലൊരു കലാകാരൻ, നല്ലൊരു സമ്മതമായി പ്രേമാനന്ദനെ സ്വാഗതം ചെയ്തു. കൂടാതെ ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവരെയും സ്വാഗതം ചെയ്തു. ചന്ദ്രേട്ടൻ, നമ്മുടെ ശ്രീധരേട്ടൻ, ശ്രീനാഥ് പ്രസാദ് തുടങ്ങിയിട്ടുള്ള എല്ലാവരെയും ഈ പരിപാടിയിൽ ഉദ്ഘാടന കർമ്മത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. അടുത്ത ഉദ്ഘാടന ഓക്കെ. ബഹുമാനിയും ഏറെ പ്രിയങ്കരയുമായ എൻ്റെ അധ്യാപിക കൂടിയായ വിജയലക്ഷ്മി ടീച്ചർ ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, മങ്കര ഗ്രാമപഞ്ചായത്തിലെ ഈ കലാക്ഷേത്രം ഏകദേശം 1.5 വർഷം അല്ലേ, 1.5 വർഷം മുമ്പ് കല്ലൂരിലാണ് നമ്മൾ ഇതിന് തുടക്കം കുറിച്ചത്. അപ്പൊ അന്ന് അതിന്റെ ഉദ്ഘാടനത്തിന് എന്നെയാണ് വിളിച്ചത്. അപ്പൊ ഇപ്രാവശ്യം വീണ്ടും വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ തന്നെ പോകണോ, കാരണം ആളെ ഒന്ന് മാറ്റി പിടിച്ചാൽ അത്രയും നല്ലതല്ലേ എന്ന് ചോദിച്ചപ്പോൾ പറ്റില്ല,
ഇല്ല, മാഷെന്നെ വരണം എന്ന് പറഞ്ഞു. അതായത് ഇങ്ങനെ ഒരു ചടങ്ങിന് എന്നെ ക്ഷണിച്ചതിൽ എനിക്ക് വളരെ വളരെ സന്തോഷമുണ്ട്. അതിലുപരി നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമുക്കറിയാം, ഇന്ന് ഭരതനാട്യം, മോഹിനിയാട്ടം തുടങ്ങിയ ഡാൻസുകളൊക്കെ പഠിച്ച് അരങ്ങേറ്റം കഴിഞ്ഞ് കുട്ടികളെ ആ രംഗത്തേക്ക് എത്തിക്കണമെങ്കിൽ ചെറിയ കാശുകൊണ്ടൊന്നും ആകില്ല. എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും ഒക്കെ മത്സരങ്ങൾ നടക്കുമ്പോൾ എന്താണ് നടക്കുന്നത് എന്ന് അന്നും ഇന്നും അതിന് വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ മത്സരത്തിന് പോകുന്ന ഇനങ്ങളും അതിന്റെ ചിത്രവട്ടങ്ങളും ഒക്കെ ഒന്ന് വേറെ തന്നെയാണ്. അതിൽ ആ കാര്യത്തിൽ നടക്കുന്നു. അപ്പൊ എന്തായാലും ഈ 1.5 വർഷം കൊണ്ട് ഇത് കുറെ കൂടി വളർന്ന് പാങ്കുശി ജംഗ്ഷനിലേക്ക് ഇത് എത്തി എന്ന് പറയുന്നത് നമുക്ക് സന്തോഷമുണ്ട്. കാരണം രശ്മി ശ്രീവിദ്യയും വലിയ കാശൊന്നും വാങ്ങാതെ പോലീസ് പുറത്ത് എത്ര പറഞ്ഞതെന്ന് അറിയില്ല, പറഞ്ഞ കാശ് മുഴുവൻ കിട്ടുന്നതെന്ന് അറിയില്ല, പരിശീലിപ്പിച്ചിട്ടുണ്ട് എന്നത് നമുക്ക് സന്തോഷമുണ്ട്. അപ്പൊ മാങ്കുശി സെന്ററിലേക്ക് ഈ സംവിധാനം മാറുമ്പോ ഈ പറഞ്ഞതുപോലെ വന്ന് എത്തിപ്പെട്ടു പോകാൻ കുറെ കൂടി സൗകര്യമുള്ള ഒരു സ്ഥലത്തേക്കാണ് ഇപ്പൊ അത് മാറിയിരിക്കുന്നത്. അപ്പൊ അതിപ്പോ പത്തിരിപ്പാലയിൽ നിന്നായാലും എവിടെ വെച്ചാലും സംഭവം പഠിപ്പിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാല് തീർച്ചയായിട്ടും നമ്മളിത് മാങ്കുശിയിലേക്ക് മാറ്റുമ്പോൾ കുറെ കൂടി വിപുലമായ സംവിധാനങ്ങളിലേക്ക് വരും വർഷങ്ങളിൽ മാറാൻ കഴിയുമെങ്കിൽ അടുത്ത ഡിസംബറിന് മുമ്പ് 2026 ഡിസംബറിന് മുമ്പ് കുറെ കൂടി വളർന്ന് എന്നെ തന്നെ വീണ്ടും ഉദ്ഘാടനത്തിന് വിളിക്കാൻ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഒപ്പം തന്നെ പരമാവധി ഈ വാടക മുതലാക്കാനുള്ള ലക്ഷ്യമുണ്ട് തോന്നുന്നു. കാരണം ഡാൻസ് മാത്രം പോരാ, ഒരു ട്യൂഷനും കൂടി ആയിക്കോട്ടെ, അല്ലെ, ക്ലബും കൂടി ആയിക്കോട്ടെ എന്ന് പറയും. ഇപ്പൊ ചുറ്റുവട്ടത്ത് ഇവിടെ എവിടെയും അത് അങ്ങനെ ഒരു സംവിധാനം ഇല്ല. പണ്ടൊക്കെ പല സ്ഥലങ്ങളിലും ട്യൂഷൻ സെന്ററുകളും ഇഷ്ടം പോലെയാണ്. അപ്പൊ അന്ന് മാഷന്മാര് പഠിപ്പിക്കാത്തത് കൊണ്ടാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഞങ്ങളൊക്കെ ആ കാലത്ത് മാഷായിട്ട് റിട്ടയർ ചെയ്തവരാണ്. പക്ഷെ അന്നത്തെ വിദ്യാഭ്യാസ രീതിയിൽ ഉണ്ടാകുന്ന മാറ്റവും ഇന്നത്തെ വിദ്യാഭ്യാസ രീതിയിൽ തമ്മിൽ ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യവും. കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാവും. ഇപ്പൊ പണ്ട് നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് ഒരു പുസ്തകം ഇറക്കി കഴിഞ്ഞാൽ ഒരു 10 കൊല്ലത്തിന് പിന്നെ ആ പുസ്തകം മാറില്ല. ടീച്ചറൊക്കെ പഠിപ്പിക്കുന്ന കാലത്ത് അതിന്റെ പേജും അക്ഷരവും വാക്കും ഒക്കെ ഏത് പേജിലാണ് എവിടെയാണ് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. പക്ഷെ ഇപ്പോ കാലഘട്ടത്തിനനുസരിച്ച് പുസ്തകങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ത്യ വളരുന്നതോടൊപ്പം വിദ്യാഭ്യാസ രംഗത്തും വളർച്ച ഉണ്ടാകുന്നു. അതേപോലെ തന്നെ ടെലികമ്മ്യൂണിക്കേഷൻ രംഗത്ത് ഉണ്ടായിട്ടുള്ള വിപ്ലവകരമായ മാറ്റങ്ങൾ തീർച്ചയായിട്ടും അത് വളരെ വലുതാണ്. ഇതൊക്കെ പറയുമ്പോഴും ഈ വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പൊ പഞ്ചായത്തിന്റെ സ്ഥിതി എന്താ ചോദിച്ചാല്, നമുക്ക് ഡിഗ്രി PG DCA കഴിഞ്ഞാൽ ഒരു കുട്ടീനെ കിട്ടണം. ഒരാഴ്ചയായി ഞാൻ ഈ സംഭവം തരാൻ തുടങ്ങി, ഒരാളും കിട്ടിയില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അപ്പൊ കുട്ടികളൊക്കെ പഠിക്കുന്നുണ്ട്, കുറെ കുട്ടികൾ പഠിക്കുന്നുണ്ട്. പക്ഷെ എവിടെയാണ് പഠിക്കുന്നത്, എന്താണ് പഠിക്കുന്നത്, എന്തിനാണ് പഠിക്കുന്നത് ചോദിച്ചാൽ അതൊക്കെ അച്ഛനും അമ്മയ്ക്കും അല്ലെങ്കിൽ ഈ കോഴ്സുകൾ വരുന്ന സമയത്ത് എഡ്യൂ ഹബ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് ഫീൽഡിൽ ആവശ്യമായ സംവിധാനം എന്താണ് ആവശ്യം എന്ന് കണ്ടെത്തി അതുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പരിശീലന പരിപാടിയാണ് സത്യത്തിൽ നമുക്ക് വേണ്ടത്. അതേപോലെ തന്നെ ഇപ്പൊ 3 വർഷം ഞാൻ കയറിയൊക്കെ തുടങ്ങിയതാണ് ഒരു വൃദ്ധ പരിപാലന കേന്ദ്രം എന്ന് പറഞ്ഞൊരു കേന്ദ്രം ഉണ്ടാക്കിയിട്ടുണ്ട്. കേരളശ്ശേരി റോഡിൽ പോകുന്ന ആളുകൾക്ക് കാണാം, അവിടുത്തെ ചീരക്കുഴി പമ്പിന്റെ ഓപ്പോസിറ്റ് ഒരു ബിൽഡിംഗ് കേരളശ്ശേരിയിൽ കൂട്ടിക്കിടക്കുന്നു. മങ്കരയിൽ ഇതുപോലെ ഒരു ബിൽഡിംഗ് കൂട്ടിക്കിടക്കുന്നുണ്ട്. അങ്ങനെ പല സ്ഥലത്തും ഈ സാധനം കൂട്ടിക്കിടക്കുന്നുണ്ട്. വിഷയം എന്താ ചോദിച്ചാല് ആ സെന്ററിന് ആളെ വെക്കാൻ 9,000 10,000 ശമ്പളം ഉണ്ട്. ആലോചിച്ച് നോക്കിയോ, 10,000 രൂപ ശമ്പളം, 9,000 എന്തായാലും കൊടുക്കും, 9,000 രൂപ കൊടുക്കാൻ കഴിയും. പക്ഷേ 3 മാസത്തെ കോഴ്സേ കഴിയുന്നു. കെയർ ഗീവർ എന്ന കോഴ്സ് കഴിഞ്ഞ ഒരാൾക്ക് 9,000 രൂപ വെച്ച് കൊടുക്കാൻ 3 വർഷമായി ഞാൻ പഞ്ചായത്തിൽ പൈസ വെച്ചിട്ട് ആളെ കിട്ടാനില്ല. 3 പ്രാവശ്യം പത്രത്തിൽ പരസ്യം കൊടുത്തു. ആ സാധനം ഇപ്പോഴും കൂട്ടിക്കിടക്കുന്നു. അപ്പൊ ഞാനിത് പറഞ്ഞു വന്നത് തീർച്ചയായിട്ടും നമ്മൾ ഈ എഡ്യൂ ഹബുകളൊക്കെ ഉണ്ടാക്കപ്പെടുമ്പോൾ ഫീൽഡിനെ അനുസരിച്ച് നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിന് ആവശ്യമായ കോഴ്സുകൾക്ക് കൂടിയുള്ള ഒരു ഡയറക്ഷൻ
കൊടുത്തുകൊണ്ട്, അതായത് ട്യൂഷൻ അത് അതിന്റെ വഴിക്ക് നടക്കട്ടെ, ഒപ്പം തന്നെ നമുക്ക് ഈ കാര്യത്തിലൊക്കെ ഇടയ്ക്ക് ഒരു അവയർനെസ് ക്ലാസ്സുകൾ, ഇപ്പൊ 10ാം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന കുട്ടികൾ, പിന്നെ പ്രീഡിഗ്രി കഴിഞ്ഞിരിക്കുന്ന കുട്ടികൾ, ഈ അവയർനെസ് കൊടുക്കുകയും നമുക്ക് കഴിയുന്ന സൗകര്യങ്ങൾ അതിൽ ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ഒരു സ്ഥാപനമായി മാഷയുടെ നേതൃത്വത്തിൽ ഈ സ്ഥാപനം വളരട്ടെ എന്ന് കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുകയാണ്. അധ്യക്ഷ പ്രസംഗം തുടർന്നുള്ള ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ ശ്രീ ഗോകുലമാസ്റ്റർ അവരെ, വേദിയിലിരിക്കുന്ന മഹൽ മാന്യ സദസ്യരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മാങ്കുറിശ്ശി പുതിയ ഒരു കലാ സാംസ്കാരിക വിദ്യാ ക്ഷേത്രം തുടക്കം കുറിക്കുകയാണ്. നമുക്കറിയാം, ഈ കഥകളി, മോഹിനിയാട്ടം, ഭരതനാട്യം, കുച്ചിപ്പുടി എന്നൊക്കെ നമ്മൾ ഈ സ്കൂൾ തലത്തിലും കോളേജ് തലത്തിലുമൊക്കെ മത്സരത്തിന് ഉണ്ടെങ്കിലും അതിന് എത്രത്തോളം ഇന്നത്തെ കാലത്ത്, കഥകളിൽ ഇന്നത്തെ കാലത്ത് അത് കുറേശ്ശെ ശോഷിച്ചു തുടങ്ങിയിട്ടില്ലേ എന്നൊരു സംശയം നമുക്കൊക്കെ ഉണ്ട്. പുതിയ രീതിയിലുള്ള ഡാൻസുകളും മറ്റും വരുമ്പോൾ സാധാരണഗതിയിൽ ഇത് പഠിപ്പിക്കുന്ന സെൻറ്ററുകൾ മറ്റുള്ളതിനൊക്കെ അപേക്ഷിച്ച് അത് വളരെ കുറവായിരിക്കും. അങ്ങനെ ഇരിക്കെ നമ്മുടെ പഴയ കലാരൂപങ്ങളായിട്ടുള്ള ഇതൊക്കെ ഒന്നുകൂടി പുഷ്ടിപ്പെടുത്താനും ഈ കലാമോഹമുള്ള കുട്ടികളെ അതിലേക്ക് കൊണ്ടുവരാൻ വളരെയധികം ഉപകരിക്കുന്നതാണ് ഇങ്ങനത്തെ കലാക്ഷേത്രങ്ങൾ. ആ കാര്യത്തിൽ തർക്കമില്ല. അതിൻ്റെ കൂട്ടത്തിൽ എഡ്യൂഹബ് എന്ന രീതിയിൽ ട്യൂഷൻ സെൻറ്റർ തുടങ്ങിയത് ഞാൻ 39 വർഷം കോളേജിൽ പഠിപ്പിച്ചിട്ടുള്ള ആളാണ്. അന്നും ഞാനും എൻ്റെ വൈഫും കൂടി ട്യൂഷൻ സെൻ്ററുകൾ നടത്തി. അപ്പം എന്നോട് അന്ന് ആൾക്കാർ ചോദിക്കേണ്ട, മാഷ് ഡിഗ്രിക്കും പി ജിക്കും പഠിപ്പിക്കുന്നതല്ല, എങ്ങനെ ഈ 6 7? അപ്പം ഞാൻ അവരോട് പറഞ്ഞതാണ്, ഞാൻ കുട്ടികളെ പഠിപ്പിച്ച് തുടങ്ങിയത് അക്ഷരത്തിനാണ്. ഞാൻ ആദ്യം പഠിപ്പിക്കാൻ തുടങ്ങിയത് എൻ്റെ വീട്ടിലെ പ്രീ ഡിഗ്രിക്ക് പഠിക്കുക. അന്ന് പ്രീ ഡിഗ്രിയാണ്, അത് കോളേജിൻ്റെ ഭാഗം. ഞാൻ NS കോളേജിൽ പഠിച്ചാണ്. അന്ന് NSS കോളേജിൽ ഉള്ളതാണ് പ്ലസ് 1 പ്ലസ് 2 പകരം പ്രീ ഡിഗ്രി 2 കൊല്ലാണ്. അന്ന് ഞാൻ ഒരു 7 പേരുള്ള കുട്ടികളെ പഠിപ്പിച്ചിരുന്നു. അതെ, കാരണം എൻ്റെ അച്ഛൻ കുട്ടികളെ പഠിപ്പിച്ചിരുന്നു. അച്ഛൻ മാഷാണ്. അപ്പം അങ്ങനെ ഞാൻ പഠിപ്പിച്ചു തുടങ്ങി. ഡിഗ്രിക്ക് എത്തിയപ്പോൾ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികളെയായി. പിന്നെ ഞാൻ ബോംബെക്ക് പോയി, പിന്നെ വന്നു. ഞാൻ പാലപ്പുറത്ത് കൃഷ്ണനെ കൊടുത്തു. പിന്നെ അവിടെ 39 വർഷം ഈ പഠിപ്പിക്കുന്ന കാലത്ത് പനമണ്ണയിലും തൃക്കടിയിലും ഞങ്ങൾക്ക് ട്യൂഷൻ സെൻ്ററുകൾ ഉണ്ടായിരുന്നു. അത് എന്തുകൊണ്ടാണ് ചോദിച്ചാൽ, ഈ കോളേജ് തലത്തിൽ പഠിപ്പിക്കലില്ല. ഞാൻ ഈ പ്രസാദിനോടൊക്കെ പറയാറുണ്ട്, ഞാൻ കോളേജിൽ പഠിപ്പിച്ചിട്ടുള്ള ആളാണെങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ ബഹുമാനം സ്കൂൾ ടീച്ചേഴ്സിനോടാണ്. കാരണം പഠിപ്പിക്കൽ അവിടെയുള്ളൂ, മറ്റൊരു പ്രസംഗിക്കലാണ്. നമ്മൾ ഈ കോളേജിൽ ആർക്കും ആരോടും ഉത്തരവാദിത്തമില്ലല്ലോ. നമ്മൾ പഠിപ്പിക്കും, നമ്മൾ ക്ലാസ്സിൽ ഷേക്സ്പിയർ വായിക്കും, ടെക്സ്റ്റ് വായിക്കും, അതിൻ്റെ പാരഫ്രൈസ് പറഞ്ഞു കൊടുക്കും, അതിൻ്റെ ക്വസ്റ്റൻ അതിൻ്റെ ഷോർട്ട് നോട്ട്സ് എല്ലാം കൊടുക്കും. അല്ലാണ്ട് സ്കൂളിൽ കൊടുക്കുന്ന മാതിരി ഷോർട്ട് ക്വസ്റ്റ്യൻസ്, അങ്ങനെ യൂസ് ഇൻ സെൻറ്റൻസസ്. പഴയ കാലത്ത് ഞാനൊക്കെ പഠിക്കും അങ്ങനെയാണ്, യൂസ് ഇൻ സെൻറ്റൻസസ്, ആന്റോണിംസ്, സിനോണിംസ്. ഇപ്പം അതൊക്കെ മാറി. ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പറഞ്ഞ മാതിരി അന്നത്തെയും ഇന്നത്തെയും വിദ്യാഭ്യാസ രീതിക്ക് ഒരുപാട് മാറ്റം വന്നു. ഈ ട്യൂഷൻ സെന്ററുകളുടെ പ്രസക്തി അവിടെയാണ്. എന്താണ് മാറ്റം വന്നതെന്ന് ചോദിച്ചാൽ, പണ്ട് ടീച്ചർ എന്ന് പറയുന്നത് ഇന്ന് ചൈൽഡാണ്. പണ്ട് ഓർഡർ എന്ന് പറയുന്നത് ഇന്ന് റീഡറാണ്. അവർക്കുള്ള പ്രാധാന്യം. പണ്ട് ടീച്ചർ വരും, ഞാനൊക്കെ പഠിക്കുമ്പോൾ അങ്ങനെയാണ്. ഞാനൊക്കെ പഠിക്കുമ്പോൾ ടീച്ചർ വരും, വായിക്കും, മാഷ് വായിക്കും, പാഠം വായിക്കും, റൈറ്റ് ഡൗൺ യുവർ നോട്ട്സ്, ഷോർട്ട് ക്വസ്റ്റ്യൻസ്,
യൂസ് സെന്റൻസസ് അതിനൊരു ചട്ടമുണ്ട്. ആ ചട്ടത്തിലാണ് പോവുക. ഇന്ന് ഒരുപാട് ആക്ടിവിറ്റീസ് ആണ്. ആ പഠന രീതി തന്നെ മാറി. ഈ കുട്ടികളെ പഠിപ്പിക്കുന്ന, കുട്ടികളോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന രീതികൾ തന്നെ മാറി. ഇന്ന് ടീച്ചർ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ടീച്ചർ. അതുമാതിരി റീഡർ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ദ ഓഥർ. പണ്ട് ഓഥർക്കായിരുന്നു പ്രാധാന്യം, ഇന്ന് റീഡർക്കാണ്. അങ്ങനെയുള്ളൊരു കാലത്ത് കുട്ടികളെ ഒരു മാർഗദർശനത്തിന് പുതിയ പുതിയ വഴികൾ കാണിച്ചു കൊടുക്കുക. ഈ ഏറ്റവും കപ്പിന് അങ്ങനെ ഒരു ഉദ്ദേശം കൂടിയുണ്ട്. സിൻസ് ഐ ആം ഇൻവോൾവ് ഇൻ ദിസ്, ഞാൻ ഇൻവോൾവ് ആയ കാരണം ഞാൻ ഒരു കാര്യം ഊന്നി പറയും എല്ലാവരോടും. അതെന്താ വെച്ചാൽ വെറുതെ കുട്ടികളെ ടെക്സ്റ്റ് മാത്രം പഠിപ്പിച്ചാൽ പോരാ, അവർക്ക് നല്ലൊരു കൾച്ചർ ഉണ്ടാക്കാൻ കൂടി നമ്മൾ ശ്രമിക്കും. അത് പഠനത്തിന്റെ ഒരു ഭാഗമാണ്. വെറുതെ കുട്ടികളെ ടെക്സ്റ്റൊക്കെ എഴുതി കൊടുത്ത് പിടുത്തപ്പെട്ടാൽ പോരാ, കുട്ടികളെ അച്ഛനമ്മമാർ പറഞ്ഞത് അനുസരിക്കുക. ഒരു കാലത്ത് അച്ഛനമ്മമാർ പറഞ്ഞത് നിങ്ങൾ അനുസരിക്കുക. യു റെസ്പെക്ട് യുവർ എൽഡേഴ്സ്. അങ്ങനെയുള്ള ഞാൻ ഉദാഹരണം പറഞ്ഞു. അങ്ങനെയുള്ള ശ്രീ പ്രേമാനന്ദൻ അവരുടെ ആശംസ അറിയിക്കുന്നതിന് ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി വേദിയിൽ ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളുടെ കൂടെ എനിക്കും കൂടെ വേദി പങ്കിടാൻ പറ്റിയതിൽ വളരെയധികം നന്ദി. ആർട്ടും എഡ്യൂക്കേഷനും ചേർന്ന് ഇങ്ങനെ ഒരു സംരംഭം മാതൃശ്രീ തുടങ്ങിയത് വളരെ നല്ലൊരു ആശയമാണ്, വളരെ നല്ലൊരു കോൺസെപ്റ്റാണ്. ഓൾ ദി ബെസ്റ്റ് വിഷസ്. ഗോഡ് ബ്ലെസ്. താങ്ക് യു. ആശംസ അറിയിക്കുന്നതിന് ഞാൻ സരസ്വതി ടീച്ചറെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാ മഹാവ്യക്തികൾക്കും സദസ്യർക്കും എല്ലാവർക്കും എൻ്റെ നമസ്കാരം. സംഗീത നൃത്ത കലാക്ഷേത്രം എഡ്യൂക്കേഷൻ തൊഴിൽ അന്ന് നടത്തുന്നത് വളരെയധികം സന്തോഷമുണ്ട്. എൻ്റെ ഭാഗമായി എന്നെ ക്ഷണിച്ചത് ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. നൃത്ത കലാക്ഷേത്രം ഇത് രണ്ടും കൂടി ഒരുമിച്ച് ഉന്നത നിലവാരത്തിലെത്തട്ടെ എന്ന് എല്ലാവരും കൂട്ടായ്മയോടും കൂടി സഹകരിച്ച് ഈ പരിപാടി വളരെ ഉയർന്ന നിലയിൽ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ നന്ദി.
സുലഭമയോ നിയതം അജിത ഹരേ ജയ മാധവ വിഷ്ണു അജമുഖ ശ്രീ ദാസൻ മാസ്റ്ററെ വിനയപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു.